ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പൊ നേരെ ഇനിയിപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതി ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക്. ചന്ദ്രയാണെങ്കിൽ അഭ്യാസങ്ങൾ പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതിയാണെങ്കിൽ അഭ്യാസങ്ങൾ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യോഗാസനമെന്നോ അങ്ങനെ കുറെ ആസനമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി ആ ഒരു കാപ്പി കൊണ്ട് കൊടുത്തത്. അപ്പൊ ശ്രുതിയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ കാപ്പി കുടിച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്താടി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്, ഇതിന് എന്താടി കയ്പ്, ഇത് വായ്ക്കകത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഒറ്റ തുപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അമ്മേ, അതിനെന്താ കാപ്പിക്ക് കുഴപ്പമിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയത് ചുക്ക് കാപ്പിയാ, അമ്മയ്ക്ക് ശരീരത്തിനൊക്കെ വേദനയാണെന്ന് അച്ഛനിങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പൊ ചുക്ക് കാപ്പിയല്ലേ നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പം എടി ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മധുരമെങ്കിലും വേണ്ടേ, ഇതിനെന്താ മധുരം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതമ്മേ ഞാൻ മധുരം കുറച്ചിട്ടിട്ടുണ്ടല്ലോ, കുറച്ച് മധുരം ഇടാനേ, ഞാൻ ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ല, നമ്മുടെ ശരീരത്തിന് ഒത്തിരി മധുരം ചെല്ലാത്തതല്ലേ അമ്മേ നല്ലത്. അതെ, നീയേ ഡോക്ടറൊന്നും കളിക്കണ്ട കേട്ടോ, നീ ഡോക്ടറായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമൊന്നും വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് ഷുഗർ വരുവോ വരാതിരിക്കുവോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്റെ വായും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് അച്ചട്ടാണല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ഷുഗർ പിടിപ്പിക്കാത്തതിൻ്റെ പ്രശ്നം കൂടെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാപ്പി കുടിക്കാതെ നമ്മുടെ രേവതി കേട്ട പാതി കേൾക്കാത്ത പാതി ഒന്നും മിണ്ടാതെ ഒന്നും ഉരിയാടാതെ നമ്മുടെ രേവതി ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ആ കാപ്പി അങ്ങോട്ട് നമ്മുടെ രേവതിയുടെ മേത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രേവതിയുടെ മേത്ത് കാപ്പി ഒഴിച്ച പോലെയല്ല, മാറ്റി ഒഴിച്ച പോലെയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര കാപ്പി രേവതിയുടെ മേത്തേക്ക് ഒഴിക്കുന്നത്. രേവതി അങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേക്കും രേവതിയുടെ മേത്തേക്കും ബ്ലൗസിലും സാരിയിലും ഒക്കെ ആവുകയാണ്. അപ്പം നമ്മുടെ രേവതി ചോദിച്ചു, അല്ലമ്മേ അമ്മ എന്ത് പണിയാ അമ്മയെ കാണിച്ചത്, അല്ല ആ കാപ്പി വേണ്ടെങ്കിൽ അത് എനിക്ക് തന്നാ പോരായിരുന്നോ, അതിൽ പഞ്ചസാര കാപ്പിപ്പൊടി അങ്ങനെ എത്ര സാധനങ്ങൾ അമ്മ വേസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പം ഓഹോ ഇനിയിപ്പോൾ കാപ്പിപ്പൊടി പഞ്ചസാര വേസ്റ്റ് ആയതുകൊണ്ട് അത് ഞാൻ നിനക്ക് മേടിച്ചു തരണം എന്നാണോ പറയുന്നത്. അല്ല മേടിച്ചു തരണം എന്നൊന്നും അല്ല, അതെ നീ ഇവിടുത്തെ ചെലവ് കണക്കുകളൊന്നുമേ അറിയേണ്ട കാര്യമില്ല, അതെന്ത് വർത്താനം അമ്മേ പറയുന്നത്, ഞാൻ ഇവിടുത്തെ ചെലവ് വിവരങ്ങളൊന്നും അറിയണ്ടെന്നോ. അതെ എൻ്റെ ഭർത്താവാ ഈ വക സാധനങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരുന്നത്, അപ്പൊ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ അറിയേണ്ടതെന്ന് ചോദിച്ചു. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് കയറി വന്നതും അയ്യോ ഇതെന്താ പറ്റിയത്, ഏടത്തിയുടെ ദേഹത്ത് മുഴുവനും കാപ്പിയാണല്ലോ, അല്ല ഇത് അമ്മ ചെയ്തതല്ലേ, അമ്മയാണോ രേവതി ഏടത്തിയുടെ മേത്ത് കാപ്പി ഇട്ടതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് പിന്നെ എടാ ശ്രീകാന്തെ അറിയാതെ, ദേ ഒന്നും മിണ്ടരുതേ, അമ്മയൊന്നും പറയരുതേ, അറിയാതെയല്ല, ഇത് മനഃപൂർവ്വം തന്നെയാണെന്ന് എനിക്കറിയാം, അമ്മയുടെ സ്വഭാവം പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, രേവതി ഏടത്തിനെ കണ്ണിന് കണ്ടുവിടാന്ന് എനിക്കറിയാം, എന്തിനാ അമ്മേ ഈ പാവത്തിന് ഇതുപോലെ ദ്രോഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആര് ദ്രോഹിച്ചെന്നാ നീ പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് ചായ കാപ്പി കളഞ്ഞപ്പോഴത്തേക്കും അവളോട് അങ്ങോട്ടേക്ക് വരാൻ ആരാ പറഞ്ഞത്, അല്ലമ്മേ എന്ത് പരിപാടി അമ്മ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുവാണോ, ഒന്നെങ്കിലും ശ്രുതിയടത്തി ഇവിടെ നിൽക്കുന്നില്ലായിരുന്നു, ശ്രുതിയടത്തിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ, അമ്മയുടെ ഈ താളത്തിനൊക്കെ ഒത്ത് എന്തിനാ ശ്രുതിയടത്തിയും കൂടെ തുള്ളാനിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്തെ ഞാൻ കണ്ടതാ, അമ്മ രേവതിയുടെ മേത്തല്ല തൊഴിച്ചത്, മാറ്റി ഒഴിച്ചതാ, അപ്പൊ രേവതി അതിൽ പോയപ്പം കുറച്ച് തെറിച്ചതാന്ന് പറഞ്ഞപ്പം ദേ ഇനിയിപ്പം ഏടത്തി അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊന്നും വേണ്ട, അമ്മേനെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ സംസാരിച്ച് ഇവിടെ ചളവും കുളവാക്കേണ്ട കാര്യമില്ല, എൻ്റെ അമ്മേനെ ഏടത്തിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ശ്രീകാന്ത വേണ്ട സാരമില്ല, അതങ്ങ് പോട്ടെ, അതങ്ങ് ക്ഷമിച്ചേരെ, സാരമില്ല ഇനിയിപ്പം പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് ആ കാപ്പിയും കൊണ്ട് നമ്മുടെ രേവതി ഇറങ്ങിപ്പോയപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ദേ അമ്മേ ഈ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ വെറും അങ്ങേയറ്റത്തെ എന്താ പറയുക, നമുക്ക് പറയാൻ പോലും പറ്റില്ലാത്ത ഓരോ കാര്യങ്ങൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ചെറ്റത്തരം എന്നൊക്കെ കേട്ടിട്ടില്ല, ഒരു അമ്മയോടും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അമ്മയോട് പറയാതിരിക്കാൻ വയ്യ, അതുപോലെ ചെറ്റത്തരം അമ്മ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതും എന്ത് പാവമായിട്ടാ ഏടത്തി അത് മിണ്ടാതെ നിന്നത്, വേറെ വല്ല പെണ്ണുങ്ങളും ആണെങ്കിലേ ദേ അമ്മയുടെ ഷേപ്പ് മാറിയേനെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി അവളെ കൊണ്ട് നീ എന്നെ അടുപ്പിക്കാനും കൂടെ വാന്ന് പറഞ്ഞപ്പം അമ്മേനെ ഉണ്ടല്ലോ അടിച്ചാലൊന്നും നന്നാവില്ല, ദേ കേട്ടിട്ടില്ലേ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, അതുപോലെ അമ്മേനെ തള്ളിക്കളഞ്ഞേക്കുന്നതല്ലേ ഇവിടെ എല്ലാവരും, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
ശ്രീകാന്ത് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അമ്മ ഇത് ഇച്ചിരി കൂടി പോയില്ലെന്ന് ചോദിച്ചപ്പം, ദേ ശ്രുതി, നീ എൻ്റെ പക്ഷമാണോ അതോ രേവതിയുടെ പക്ഷമാണോ? അല്ല, ഞാൻ അമ്മയുടെ പക്ഷമൊക്കെയാ. എങ്കിലും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ രണ്ടും കീരിയും പാമ്പിനെ പോലെയാണ് നടക്കുന്നത്. പിന്നെ രേവതി പറയാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അടുക്കളയിൽ പോയി വളരെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. ദേഹത്തെ ആ ഒരു ഇതൊക്കെ തുടച്ചു കഴിഞ്ഞു. ശ്രീകാന്ത് ചെന്നിട്ട് പറഞ്ഞു, എടുത്തി സാരമില്ലാട്ടോ എടുത്തി എന്ന് പറഞ്ഞപ്പോൾ, ഹേ അതൊന്നും കുഴപ്പമില്ല ശ്രീകാന്ത്, ഹേ ഇതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇനി ഇത് നീ പറഞ്ഞ് പ്രശ്നമാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ റെസ്റ്റോറൻ്റാണ് പിന്നെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ എന്തോ ഒരു കേക്ക് എങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ വർഷ വരുന്നു. അപ്പം വർഷയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വീട്ടിൽ എന്തുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ വർഷ പറയാണ്, അതെ നമുക്കൊരു ഐഡിയ ഞാനൊരു ഐഡിയ പറയാം. വേറൊന്നുമല്ല ശ്രീകാന്തെ, നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് അങ്ങ് പാർട്ട്ണർഷിപ്പിൽ അങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, പാർട്ട്ണർഷിപ്പിലോ? എന്തിന്? അല്ല, നിനക്ക് എന്ത് കുക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാ നീ പാർട്ട്ണർഷിപ്പിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം പറയുന്നത്? എനിക്ക് കുക്ക് ചെയ്യാൻ അറിയണമെന്നുണ്ടോ? എൻ്റെ പാർട്ട്ണറായ നിനക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലേ? പാർട്ട്ണറോ? അല്ല, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെങ്കിൽ എൻ്റെ പാർട്ട്ണർ നീ ആവൂലോ, നമ്മൾ രണ്ടും പാർട്ട്ണർ ആവൂലോ. ഓ അങ്ങനെ. ഏതായാലും ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല പക്ഷേ. പൈസ ഇല്ലാതെ ഏതായാലും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനും പറ്റില്ല. പൈസയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കുകയേ വേണ്ട, പൈസ ഞാൻ ശരിയാക്കി തരാം. അതൊന്നും ശരിയാവില്ല. എത്ര ലക്ഷം രൂപയുണ്ടല്ല, എത്ര ലക്ഷം രൂപയാണെങ്കിലും കുഴപ്പമില്ല. നീ നല്ലൊരു കുക്കാണെന്ന് എനിക്കറിയാമല്ലോ. അതുപോലെ തന്നെ നീ ഒരു സംരംഭം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം. അല്ല, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ രേവതിയേടത്തിയില്ലേ, രേവതിയേടത്തിയും കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? രേവതിയേടത്തിനെ നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഷെഫ് ആക്കാമല്ലോ. അതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്യില്ലോ. അന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു രേവതിയേടത്തി ഉണ്ടാക്കിയത്. അല്ല, രേവതിയേടത്തിക്ക് സുഖമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാ വർഷേ. അതെന്താ അതിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാന്ന് പറഞ്ഞത്? അല്ല, എൻ്റെ ഏട്ടൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. ഏട്ടനുമായിട്ട് ഏടത്തി ചേരില്ല. ഏടത്തിനെ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അന്നില്ലേ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടില്ലേ, പോലീസ് കേസിൽ? അന്ന് ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചത് ഞങ്ങളുടെ ഏട്ടൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഏടത്തിയും പറയാതിരുന്നത് അതാരാണ് ചെയ്തത് എന്നൊന്നും. പക്ഷെ അതിപ്പോൾ അറിഞ്ഞു. അത് വലിയ പ്രശ്നമായിട്ട് ഏടത്തിനെ അത്രമാത്രം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി വേദനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, അപ്പം നിന്റെ ഏട്ടൻ ചില്ലറക്കാരനല്ലല്ലോടാ. എൻ്റെ ഏട്ടൻ പാവമൊക്കെ തന്നെയാ. ഏട്ടൻ സത്യം പറഞ്ഞാൽ പഞ്ചപാവാ. പക്ഷേ ഏട്ടനെ എടുത്തോ പിടിച്ചോ എന്ന് രീതിയിലുള്ള ഒരു സംസാരവും ദേഷ്യവും ഒക്കെയാ. വാശിയൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കും. അതെല്ലാം ഇപ്പം ഏടത്തിയുടെ മേത്താണ് തീർക്കുന്നതെന്ന് പറയുമ്പം, ഏടത്തിയുടെ മേത്തോ? അടിക്കത്തൊന്നുമില്ല വർഷ, എങ്കിലും മനസ്സുകൊണ്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നീ ഒരു കാര്യം ചെയ്യാം, നീ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുക. ഒരു ദിവസം വിളിച്ച് 2 പേർക്ക് ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കുക. നമുക്ക് 2 പേരെ മാറ്റിയെടുക്കാന്നേ. അവർ 2 പേരെ മാറ്റി നല്ല ജോഡികളാക്കി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഓരോ ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാം. നമുക്ക് അവരെ മാറ്റിയെടുക്കാം. നീ നിന്റെ ഏട്ടനെ കണ്ടൊന്ന് സംസാരിക്കുക. എന്നിട്ട് 2 പേർക്കും ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിന്റെ മറ്റേ ഏട്ടനെയും ഏട്ടത്തിനെയും കൂട്ടിക്കോ. എല്ലാവർക്കും കൂടെ ഒരു ട്രീറ്റ് കൊടുക്കുമ്പം നിനക്കല്ലേടാ കുറച്ച് ഇതൊക്കെ വരുന്നത്, വെയിറ്റ് ഒക്കെ വരുന്നത്. ഏതായാലും നീ എല്ലാവരും ഒന്ന് ഒന്നിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ഇത് കേട്ടിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ആയിക്കോട്ടെ വല്ലാത്ത ടെൻഷനിലാണ്. വാടക പൈസ, അതുപോലെ തന്നെ വണ്ടിയുടെ CC, അതുപോലെ പലിശയുടെ വേറെ എന്തോ കണ്ടക്കിയ പലിശയ്ക്കൊക്കെ പൈസ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വല്ലാത്ത ടെൻഷനിൽ അങ്ങ് നിന്ന് കൂട്ടുകാരനോടോ ഓരോരോ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. എടാ, കല്യാണം കഴിഞ്ഞ ഉടനെ തീർന്നടാ എൻ്റെ ജീവിതം, കല്യാണത്തിന് മുമ്പ് എന്ത് രസമായിരുന്നു. ഇപ്പം ബാധ്യതകളായി, അതായി ഇതായി മറിച്ചതായി മറ്റതായി. എനിക്കിപ്പം തലവേദനയാടാന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, എടാ കല്യാണം കഴിഞ്ഞിട്ടല്ലോടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുക. അതെ, കല്യാണം കഴിഞ്ഞിട്ട് തന്നെയാ. അവൾ എന്നെൻ്റെ തലയിൽ വന്ന് വീണോ അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി കൂട്ടുകാരൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സച്ചിക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അത് വേറെ കാര്യം. ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബാധ്യതകൾ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സമാധാനം തന്നെ നശിക്കും. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ആ ഒരവസ്ഥയിലാണ് നമ്മുടെ സച്ചി ഉള്ളത്.
അങ്ങനെ സച്ചിനെ കാണാൻ വേണ്ടി ശ്രീകാന്ത് വരികയാണ്. അപ്പൊ ശ്രീകാന്തിനെ കണ്ടോണ്ടേ എന്താടാ ശ്രീകാന്ത് നീ ഇവിടെ നിന്ന് സച്ചി ചോദിച്ചപ്പം അത് പിന്നെ ഏട്ടാ ഞാൻ വന്നത് ബാ ഏട്ടനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഏട്ടൻ വാന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് നടക്കുകയാണ്. അങ്ങനെ സച്ചി പറഞ്ഞു എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത്, സത്യം പറഞ്ഞാൽ വീട്ടിലൊന്നും നിന്നോടൊന്നും മിണ്ടാൻ പോലും എനിക്ക് ചൊവ്വേ നേരെ സമയം കിട്ടുന്നില്ല. ആ കല്യാണം കഴിഞ്ഞതോടെ നിന്നോട് പോലും എനിക്ക് ചൊവ്വേ നേരെ സംസാരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ ഏട്ടൻ ഈ പറയുന്നത്, കല്യാണം കഴിഞ്ഞതോടെ ഏട്ടൻ എന്താ അമ്മയ്ക്ക് പഠിക്കുവാണോ? അല്ല അമ്മയാണല്ലോ എപ്പോഴും ഇങ്ങനെ പറയുന്നത്. ഏടത്തെ വീട്ടിൽ കാലെടുത്ത് കുത്തി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഏട്ടൻ അതുപോലെ തന്നെയാണല്ലോ. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എങ്കിലും ഈ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അല്ലേടാ എനിക്ക് ഇങ്ങനെയൊക്കെ കഷ്ടകാലമൊക്കെ വരുന്നത്. അതും വേണ്ടായിരുന്നു ഈ വിവാഹമൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഈ ഫ്രീ ബേഡ്സ് ആയിട്ട് പറന്ന് നടക്കേണ്ട ഒരു അവസ്ഥ ഒരു ഇതുണ്ടായിരുന്നേനല്ലോ. ഇപ്പൊ ഈ ഒരു അവസ്ഥയായി പോയില്ലേ എനിക്കെന്ന് പറഞ്ഞപ്പം അതിനെ ഏടത്തീനെയാണോ ഏട്ടൻ കുറ്റം പറയുന്നത്? പിന്നല്ലാതെ ഏടത്തീനെ അല്ലാതെ വേറെ ആരെയും കുറ്റം പറയേണ്ടത്? അവൾ ആ കാര്യം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിലേ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, ഇത്രയും തലവേദന എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ദേ ഏട്ടാ വെറുതെ പറയരുത് ഏട്ടാ, ഏടത്തി മറച്ചു വെച്ചിരുന്നുവെങ്കിലും മറച്ചു വെച്ചില്ല എങ്കിലും ഏട്ടന്റെ കാറ് പോലീസ് തല്ലിച്ചതച്ച് ഇല്ലാതാക്കും. കാരണം എന്താ, ഏട്ടൻ അവിടുത്തെ പോലീസുകാരനെ കൈവച്ചു. അതുകൊണ്ടല്ലേ ആ പോലീസുകാരന് വാശിയും വൈരാഗ്യവും വന്നിട്ട് ആ വണ്ടി ഇല്ലാതാക്കി കളഞ്ഞത്. അല്ലാതെ ഏടത്തി കാരണമാണോ? ഇനിയിപ്പം നമ്മൾ അത് കണ്ടുപിടിച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും അവന്മാരത് ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം ഏട്ടൻ നന്നായിട്ട് അവന്മാർക്ക് അടി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അവന്മാർ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറം ചെയ്തെന്നിരിക്കും. അതൊക്കെ കൊണ്ട് ഇനി ഏട്ടൻ ഇത് പറയാൻ പാടില്ല. അതെ ഞാനിപ്പം വന്നത് വേറൊന്നിനുമല്ല, ഏട്ടനും ഏടത്തിക്കും കൂടെ ഞാൻ ചെറിയൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതും അവളെയും കൂട്ടിയുള്ള സർപ്രൈസോ? ഇപ്പൊ തന്നെ വല്ലാത്ത സർപ്രൈസിലൂടെ എൻ്റെ പൊന്ന് ശ്രീകാന്തെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി എന്നെ സർപ്രൈസ് തന്നെ ഞെട്ടിക്കരുത്. അച്ഛൻ ഒരു സർപ്രൈസ് തന്നിട്ടാണ് എനിക്കിപ്പോ ഇത്രയും വലിയൊരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞപ്പോ ദേ ഏട്ടാ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഇനി ഏടത്തിന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏടത്തിനെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുക ചെയ്യേണ്ടത്. സത്യം പറയട്ടെ, ഞാനും ആഗ്രഹിക്കുന്നത് ഏടത്തിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടണമെന്ന് തന്നെയാ. ഏതായാലും എൻ്റെ വിധി എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ചിലപ്പം എങ്ങനെയാണോ അതൊക്കെ എങ്ങനെയല്ലോ ആട്ടെ. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ നിങ്ങളെ രണ്ടിനെയും കൂടെ ക്ഷണിക്കാം. നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടേക്ക് വരണം. നാളെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ അടിച്ചു പൊളിക്കാം. അപ്പൊ പിന്നെ നിങ്ങളുടെ വിഷമവും പരാതിയൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല. അവളെയും കൂട്ടി റെസ്റ്റോറൻറ്റിലോ? അതെന്താ ഏടത്തിനെയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ വന്നാല്? ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഏട്ടൻ എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ ഏട്ടൻ വരും, അത് ഉറപ്പാ. ഇനിയിപ്പം ഞാൻ അനിയനല്ല, എന്നോട് സ്നേഹമില്ല, സുധിയെ പോലെയാ ഞാനെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ വരണ്ടാന്ന് പറഞ്ഞപ്പം നീ സുധിയെ പോലെയാന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോടാ. എങ്കിൽ പിന്നെ വന്നേ പറ്റൂ, ഏട്ടത്തിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചി വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയോണ്ടേ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രേവതി തുണിയൊക്കെ മടക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി പറഞ്ഞു, അതെ രേവതി നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെയാ പോകേണ്ടത്? അത് പിന്നെ വേറെ എങ്ങോട്ടേക്കും അല്ല, ഒരു ചെറിയൊരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? നിങ്ങളുടെ കൂട്ടുകാരന്മാരാണോ? നിങ്ങളുടെ കൂട്ടുകാരന്മാരാണ്, ഞാനില്ല. ഒരു ട്രീറ്റ് തന്നത് ഞാൻ ഇതുവരെ മറന്നിട്ടിരുന്നു. ഇപ്പം എൻ്റെ കൂട്ടുകാരനൊന്നുമല്ല, ശ്രീകാന്താ. ശ്രീകാന്താണെങ്കിലും ഞാനില്ല. വെറുതെ എന്തിനാ? അതെ കപ്പിൾസിന് കൊടുക്കുന്ന ട്രീറ്റാന്നല്ലേ പറഞ്ഞത്. അതെന്തിനാ ഞാൻ വെറുതെ വന്ന് അതിൻ്റെ ഇടയിൽ? അതൊന്നും വേണ്ട, നമ്മൾ രണ്ടും അതിന് കപ്പിൾസോ ഭാര്യയും ഭർത്താവോ ഒന്നും അല്ലല്ലോ. പിന്നെ എന്താന്ന് ചോദിക്കുമ്പം അത് പിന്നെ നമ്മൾ ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് ചെന്നില്ലെങ്കിൽ മോശമല്ലേ രേവതി എന്ന് പറഞ്ഞപ്പോൾ എന്തു മോശം? ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് പോകേണ്ട സംഭവ സ്ഥലത്തേക്ക് നമ്മൾ രണ്ടും കൂടെ ചെന്നിട്ട് എന്തിനാ? നമ്മൾ രണ്ടും എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പോ. നിങ്ങളാണെങ്കിൽ ഏത് നേരം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്കും, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഈ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കിട്ടിയതല്ലേ, അപ്പം നീ എൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെ ചോദിക്കാം. ഈ ചോദ്യത്തിന് മുന്നിൽ സത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതി വീണു പോവുകയാണ് കേട്ടോ. ഏതൊരു പെണ്ണും വീണു പോകും അങ്ങനെയൊക്കെ പറയുമ്പം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലായി പോയി നമ്മുടെ രേവതിക്ക്. രേവതി ആണെങ്കിൽ ആ ഒരു സമയത്ത് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം രേവതി ചോദിച്ചു, ഇതിലേതാ ഞാൻ ഇടണ്ടേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പം നീ വരാൻ വേണ്ടി തയ്യാറായിട്ട് സാരിയൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നോ? ഓഹോ, എന്നിട്ടാണോ നീ എന്നെ വട്ടം ചുറ്റിച്ചത്? അതൊക്കെ പോട്ടെ, ഇതിലേത് സാരി ഞാൻ ഉടുക്കണ്ടേന്ന് പറഞ്ഞപ്പം നീ ഏതെങ്കിലും ഉടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, ഈ സാരി ഉടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ രേവതിക്ക് പിന്നെ ഒന്നുകൂടെ സന്തോഷമായിട്ടോ. ഏതായാലും അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂകമ്പം തന്നെയാണ്. ഭൂകമ്പമാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമാകും. കാരണം സച്ചിൻ രേവതിയും കൂടെ കട്ടയ്ക്ക് ഒരുമിച്ച് തന്നെയാണ് ശ്രുതി കിട്ടും നല്ല താങ്ങുന്നതും നമ്മുടെ
ശ്രുതിയുടെ കൈ തിരിച്ചൊടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശ്രുതിക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ നാക്ക് തളർത്തിയിട്ട് കളയുന്നുണ്ട് രേവതി. സച്ചിൻ രേവതിയും കൂടെ ഒരുമിച്ച് നിന്ന് അവര് സത്യം പറഞ്ഞ അവരെ തളർത്തി അടിക്കുക തന്നെയാണെന്ന് പറയാം. കാരണം അത്രമാത്രം സച്ചിനെ രേവതിനെ അവർ അപമാനിക്കുന്നുണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച്. രേവതി ഒന്നും പറയുന്നില്ല. സച്ചി 2 കൊടുക്കുമ്പോൾ രേവതി പറയുന്നത് 2 അല്ല 10 കൊടുക്കണമായിരുന്നെന്നാണ് രേവതി പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ രേവതി സച്ചിയുടെ കൂടെ കട്ടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നുണ്ട്. നാളെ കാണുമോയെന്നറിയില്ല കേട്ടോ. നാളെ മിക്കവാറും ഈ ഒരു ഭാഗം അവസാനമായിരിക്കും. അവസാനം കൊണ്ട് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. മറ്റന്നാളേക്കായിരിക്കും പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് നമ്മൾ എന്നും ഇടുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ എന്നും അങ്ങോട്ടേക്ക് കാണും. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും, അതായത് ഇനി വരാനിരിക്കുന്ന അങ്ങോട്ടേക്കുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ മാത്രം എടുത്ത് ഞാൻ അതിൽ പറയുകയുള്ളൂ. കാരണം കുറേ പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും ആ ഒരു കോമ്പിനേഷനും അവരുടെ ആ ഒരു സീനൊക്കെ കാണാനും, നല്ല നല്ല സീനുകൾ. അപ്പം ഇനി വരാനിരിക്കുന്ന കുറച്ച്, അതായത് ഫുൾ വിശേഷമായിട്ടല്ല, അവരുടെ നല്ല നല്ല സീനുകളൊക്കെ എടുത്ത് അവരുടെ ആ ഒരു ജീവിതമായിട്ട് ഞാൻ പറയാം കേട്ടോ. അതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ എല്ലാവരുടെയും ജീവിതം ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ സച്ചിൻ രേവതി അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നും ഞാൻ 1:30-2 മണി ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ വരുന്നുണ്ട്. 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ 2 മണി കഴിയില്ല, 2 മണി കൂടിപ്പോയ 2 മണി, അതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റ് 2 മണി അപ്പം പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.